എല്ലാവർക്കും കണ്ണൂർ ഗ്രാൻഡ്മാ കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു കരൾ വരല ഉണ്ടാക്കാം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ കരൾ കഴുകി വൃത്തിയാക്കി അരിപ്പിൽ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. 3 തക്കാളി, 2 ഉള്ളി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 നാരങ്ങ, മല്ലിയില, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഓയിൽ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെച്ച് അടുപ്പണാക്കി കൊടുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലപോലെ ഇളക്കാം. ഇളക്കി ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയിട്ടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് ബ്രൗണായി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് ബ്രൗണായി കിട്ടും. ഉള്ളി ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണം മാറുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു ടീസ്പൂണ് വെളുത്തുള്ളി, 1 ടീസ്പൂണ് ഇഞ്ചിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും അതിൽ 7 അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തന്നെ കരൾ ചേർത്ത് കൊടുക്കാം. കരൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരൾ വേവിക്കുമ്പോഴേക്കും വെള്ളം ഒഴിക്കാൻ പാടില്ല. തീരെ വെള്ളം ഒഴിച്ചാൽ വെന്ത് വരവുണ്ടാവും. കരൾ തീരെ വെള്ളം ചേർക്കാതെ വേണം വേവിച്ചെടുക്കാൻ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉപ്പ് ചേർത്തത് കൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഓക്കെ, എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി അതിൻ്റെ ഒരു കളറ് മാറിക്കിട്ടുന്ന വരെ ഇങ്ങനെ ഇവിടെ വെച്ചുകൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. മല്ലിപ്പൊടി, പച്ചമുളക്, ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഞാൻ ഇതൊക്കെ ഉടഞ്ഞതിന് ശേഷമാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടാണത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മറന്നുപോയി ആദ്യം ചേർക്കാൻ. ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കുക. ചെറിയ തീയിൽ വേണം വേവിക്കാൻ. തക്കാളിൻ്റെയും ഉള്ളിൻ്റെയും ഒക്കെ വെള്ളം കൊണ്ട് വേണം വേവാൻ. തീ ചെറുതാക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ 20 മിനിറ്റ് തുറന്നു. 20 മിനിറ്റിന് ശേഷം നോക്കാം. തുറന്ന് നോക്കാം. ഇളക്കി കൊടുക്കാം നല്ലപോലെ. കണ്ടോ, നല്ലപോലെ വെള്ളം വന്നിട്ട് ഇതിലൊരിറ്റ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല.
എന്നിട്ട് പോലും നല്ല വെള്ളമാണ്. കരളിൻ്റെയും തക്കാളിൻ്റെയും ഉള്ളിൻ്റെയും ഒക്കെ വെള്ളം വന്നിട്ടാണ്. അങ്ങനെ ഒരിക്കലും കരൾ വെക്കുമ്പോൾ വെള്ളം വയ്ക്കരുത്. അടച്ചു വെച്ച് വേവിക്കാം. ആയിട്ടുണ്ട്, നമുക്ക് ബന്ധമൊന്ന് നോക്കാം. മസാലയൊക്കെ നല്ല രസത്തിലായി വന്നിട്ടുണ്ട്. കരൾ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. രണ്ട് ടീസ്പൂണ് നാരങ്ങ നീര്, 1 നാരങ്ങയാണ്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് 2 മിനിറ്റ് വേവിക്കാം. നല്ലപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. നല്ല കരൾ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഗാർണിഷിന് വേണ്ടി വെക്കാം. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറ്റ് വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കാണണം. എല്ലാവരും അടുപ്പ് ഓഫാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അടിപൊളി കരൾ വരട്ടിയത് റെഡിയായി. ഉപ്പൊക്കെ നോക്കി ഇടണം. ഇതിപ്പം കണക്കായിട്ടുണ്ട് ഉപ്പ്. ആവശ്യത്തിന് കുരുമുളക് ആവശ്യത്തിന് എരിവ് വേണ്ടുന്ന പോലെ ചേർത്ത് കൊടുത്താൽ മതി. അടിപൊളി കരൾ റെഡി ആയിട്ടുണ്ട്. നല്ല എണ്ണ കൊണ്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.